അണ്ണാ ഞാനൊരു കട്ട ബിഗ് ബോസ് ഫാനാണ്. എനിക്ക് ബിഗ് ബോസ് വൈബിലുള്ള സിനിമകൾ പറഞ്ഞു തരാമോ? എന്താ മോനെ, നിനക്ക് ബിഗ് ബോസ് ഇഷ്ടമാണോ? ബിഗ് ബോസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് സിനിമ ഉണ്ട് പറഞ്ഞുതരാം. വീഡിയോ തുടങ്ങുന്നതിന് വേണ്ടി നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. സിനിമ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിഗ് ബോസ് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വരുന്ന സിനിമ പറഞ്ഞാൽ ദ ട്രൂമാൻ ഷോ 1998 ഇറങ്ങിയ സിനിമയാണ്. ഇതിൽ ജിം ക്യാരിയാണ് അഭിനയിച്ചിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും, കാരണം ജിം ക്യാരിനെ അറിയാത്തവരായിട്ട് വളരെ കുറവായിരിക്കും. ഭയങ്കര ഹൈപ്പറാണ് പുള്ളി. സ്ലാപ്സ്റ്റിക് കോമഡീസൊക്കെ ഭയങ്കര ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, വേറെ ലെവലാണ് പുള്ളിയുടെ സിനിമകളിൽ. അപ്പോൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വിൻറ്റേജ് കോമഡീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സിനിമയാണ്. ഈവൻ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ സ്ലാപ്സ്റ്റിക് കോമഡീസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു 2000 ആ ഒരു കാലഘട്ടത്തിലുള്ള അതൊക്കെ ഒരുപാട് ഈ സിനിമയ്ക്കകത്തുണ്ട്. അടിപൊളിയാണ്. അതായത് നിങ്ങളുടെ ലൈഫ് ഒരു റിയാലിറ്റി ഷോയിലാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ഫുൾ ടൈം ഒരു ക്യാമറ സർവൈലൻസിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതൊക്കെയാണ് സിനിമയിലത് പറയുന്നത്. സോ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ചാണ്. അടുത്ത 2000 ഇറങ്ങിയിട്ടുള്ള ബാറ്റിൽ റോയൽ, ഇതൊരു ജാപ്പനീസ് സിനിമയാണ്. ഇത് നമ്മുടെ ബിഗ് ബോസ് മാതിരി ചെറിയ ടാസ്ക് കൊടുത്ത് അങ്ങനെയല്ല, പക്ഷേ ഒരു ഐലൻഡിൽ കുറച്ച് സ്റ്റുഡൻസ് ട്രാപ്പായി പോകും. അവസാനം അവർ കൊല്ലുന്ന പരിപാടികളൊക്കെ ഉണ്ട്. കണ്ടു നോക്കുക. ഭയങ്കര ടെൻഷൻ റിച്ച് ആയിട്ടുള്ള സിനിമയാണ്. അടിപൊളി പടമാണ്. അടുത്ത 2009 ഇറങ്ങിയ സിനിമയാണ് എക്സാം. ഇത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കാരണം ആ ഒരു സമയത്ത് ഇത് ഭയങ്കര വൈറലായിരുന്നു. അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ പലരുടെയും ഫോണിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇത് ഒരു ടെസ്റ്റ്, ഒരു 8 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവർ ആ ടെസ്റ്റ് പാസ്സാവണം. അത് ഭയങ്കര ഭയങ്കര ടെൻഷൻ നിറഞ്ഞൊരു ടെസ്റ്റാണ്. നിങ്ങളത് കണ്ടു നോക്കുക. ഭയങ്കര രസമുള്ള പടമാണ്. ഡോണ്ട് മിസ് ഇറ്റ്. പിന്നെ മിക്കവർക്കും അറിയാവുന്ന ഒരു സിനിമയുണ്ട്, ദ ഹങ്കർ ഗെയിംസ്. 2012 ഇറങ്ങിയിട്ടുള്ള അതിന് സീക്വലൊക്കെ ഉണ്ട്. ഇത് അതുമാതിരി തന്നെ ഒരുപാട് ഗെയിംസും ഒരുപാട് സർവൈവൽ പരിപാടികളൊക്കെ ഉള്ള ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള കുറേ അവാർഡ്സ് കിട്ടിയിട്ടുള്ള ബോക്സ് ഓഫീസ് റെക്കോർഡിൻ്റെ സിനിമയാണ്. അടിപൊളി പടമാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇരുന്ന് പോകുന്നൊരു പടം, അങ്ങനത്തെ ഒരു കിടിലൻ പടം. ഇനി ഒരു പക്ക ബിഗ് ബോസ് പോലെ ഒന്നല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഭയങ്കര ഡിബേറ്റ്സ് ഇഷ്ടമാണ്, ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെയുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കൾട്ട് ക്ലാസിക് പടമുണ്ട്, 12 ആംഗ്രി മാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഇത് സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാണുന്ന സിനിമയാണ്, കാരണം അമ്മാരൊരു പടമാണിത്. പിന്നെ 2010 ഇറങ്ങിയ സിനിമയുടെ ദ എക്സ്പെരിമെൻറ്റ്. അതൊരു ജർമ്മൻ സിനിമയുടെ റീമേക്കാണ്. നൈസ് പടമാണ്. പിന്നെ വേറെ പടമുണ്ട്, ദ സർക്കിൾ. 2015 ഇറങ്ങിയ സിനിമയാണ്. അതും ഇതേമാതിരി തന്നെ ഒരു ടീം സൈക്കോളജി കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന പടമാണ്. ഇനി ഒരുപാട് സിനിമ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന സിനിമ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. Till then.